യുക്റമുൽ ഫസഖ വയുഹാനുൽ കിറാം. അല്ലാഹു തആല ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കാതിരിക്കുകയും എന്നാൽ അല്ലാത്തവരെ നന്നായി ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലം. ഫിലിം സ്റ്റാറുകളെ അല്ലെങ്കിൽ സ്പോർട്സിലെ സ്റ്റാറുകളൊക്കെ പൂജിക്കുന്ന പോലെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൊന്ന് ആലോചിക്കുക. ഈമാനിന്റെയും അഖീദയുടെയും ആളുകൾ ഇപ്പുറത്തുണ്ടായിരിക്കെ അവർക്കൊന്നും അർഹമായ പരിഗണന പോയിട്ട് സ്ഥാനം പോയിട്ട് ഒന്നും കൊടുക്കാതെ ദീനുമായോ തന്റെ ആഖിറവുമായോ ഒരു ബന്ധവുമില്ലാത്ത തന്റെ ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് ഒട്ടും തന്നെ സഹായിക്കുക പോലും ചെയ്യാത്ത ആളുകളെ സ്റ്റാർ പദവി നൽകി നിങ്ങൾ ആദരിക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ പറയട്ടെ, ഫിത്നത്തുൻ തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂത്തിൽ അറബി വഗൈരിഹിം. അറബികളുടെയും അല്ലാത്തവരുടെയും വീടിനുള്ളിലേക്ക് വരുന്ന ഒരു ഫിത്നയുണ്ടത്രേ. എല്ലാവരുടെയും റൂമിനുള്ളിലേക്ക് വരും ആ ഫിത്ന. നമ്മളിതൊക്കെ പറയുമ്പോൾ ആശ്ചര്യത്തോടെ ഒരുപക്ഷെ ആലോചിച്ചു പോകും, എന്താണ് ഈ പറയുന്നത്? പ്രഗത്ഭരായ സമകാലികരായ പണ്ഡിതന്മാർ ഈ ഹദീസുകൾ എടുത്ത് വിശദീകരിക്കുമ്പോൾ പറയാണ്, അത് ടെലിവിഷനായിരിക്കണം, ടി വി ആയിരിക്കണം. നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് പോലും കാണാൻ പറ്റാത്തത്, ഒരാൾക്ക് ഒറ്റക്ക് കാണാൻ പറ്റാത്ത മക്കളുടെ കൂടെയും പറ്റില്ല, ഒറ്റക്ക് കാണാൻ പറ്റാത്തത് മക്കളുടെ കൂടെയും പറ്റില്ലല്ലോ. നമ്മുടെ റൂമുകൾക്കേക്ക് ഏതൊരു അറബിയുടെയും അനറബിയുടെയും വീടുകളിലേക്ക് കടന്നു വരുന്ന ഒരു ഫിത്ന. അന്ത്യനാളിന്റെ മുമ്പ് എല്ലാ വീടായ വീടുകൾ, ഫ്ളാറ്റായ ഫ്ളാറ്റുകൾ, റൂമുകളായ റൂമുകളിൽ മുഴുവനും കയറി വരുന്നൊരു ഫിത്നയുണ്ടെന്ന്. അത് സാറ്റലൈറ്റ് ഡിഷുകളിലൂടെ മനുഷ്യന്റെ മുമ്പിലൂടെ ചിത്രങ്ങളായി ശബ്ദമായി കടന്നു വരുന്ന ടെലിവിഷൻ ആവണം എന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്. എല്ലാ വീടുകളിലേക്കും കയറി വരുന്ന ഫിത്ന. ആലോചിച്ചോളൂ, ഒളിച്ചോട്ടങ്ങളും ഓടിപ്പോക്കുകളുമെല്ലാം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നിയമപാലകന്മാരെ കുറ്റം പറയേണ്ട. മക്കൾ ഓടിപ്പോയിട്ട് അവരെ കിട്ടിയില്ലല്ലോ, എത്ര ദിവസമായി കിട്ടിയിട്ടില്ലല്ലോ. മക്കൾ ഓടിപ്പോയിട്ട് വിവരം കിട്ടിയില്ലല്ലോ. നിയമപാലകന്മാരെ കുറ്റം പറയല്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ രാജ്യത്തെ നിയമപാലകന്മാരാണോ സംരക്ഷിക്കേണ്ടത്? അവർക്ക് എത്ര ജോലിയുണ്ട് വേറെ ചെയ്യാൻ? നമ്മുടെ മക്കളെ എന്ത് കണ്ട് വളരുന്നു? നമ്മുടെ മക്കളെ എന്താണ് കാണുന്നത്, കേൾക്കുന്നത്? നമുക്കതിന് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ചിന്തയിലേക്ക് പലതും കയറിപ്പോവുകയും അവർ കാണുന്ന ചിത്രങ്ങൾ ഒരു റിയാലിറ്റിയാണിത്, ഇത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിച്ച് അവർ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമറിയാതെ അവർ ഓടുമ്പോ ആ ഓട്ടത്തിൽ വിരല് കടിക്കേണ്ടത് വീട്ടുകാരാണ്. ആദ്യവും ആഖിറുമായിട്ട്, അവലും ആഖിറും അവർ തന്നെയാണ്. എന്തുകൊണ്ട് അതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? യുഖാലു ലിർറജുലി, ഒരാളോട് പറയപ്പെടുമത്രേ, മാ അജ്ലദ, എന്തൊരു ധൈര്യവാൻ, മാ അദ്റഫ, എന്തൊരു മാന്യൻ, വമാ അഖല, എന്തൊരു ബുദ്ധിയുള്ള മനുഷ്യൻ. അവാർഡുകൾ തേടി വരുന്നു, റെക്കഗ്നിഷനുകൾ വരുന്നു, അഭിനന്ദനങ്ങൾ വരുന്നു ഒരാൾക്ക്. വമാ ഫീ ഖൽബിഹി ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, ഈമാനിന്റെ കടുക് പണി പോലും അത്ര പോലും ഈമാൻ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കെ എത്ര വലിയ ആൾ, എത്ര ബുദ്ധിയുള്ള ആൾ, എന്തൊരു ചിന്തകനെന്ന് അത്തരക്കാരെപ്പറ്റി പറയപ്പെടുന്ന അവസ്ഥ വരുമെന്ന് ലോകത്തിന്റെ ഗുരു ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ നിങ്ങൾക്ക് കുറച്ചു മാത്രം കിട്ടുന്ന കാലം വരും. മഴ കുറയും, മഴയുടെ ലഭ്യത കുറവ് വരും. ദുഹൂറുൽ ഗലാ, പൈസയുടെ മൂല്യം കുറയുന്നത്, മൂല്യം കുറയും. ദുഹൂറുൽ ഗലാ, മൂല്യം കുറയും. നിബിതങ്ങൾ പറയാ, ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ, 100 ദീനാർ കൊടുത്താൽ, 100 ദിർഹം കൊടുത്താൽ യദല്ലു സാഖിസ, ദേഷ്യപ്പെടും. ഇതാണോ എനിക്ക് തന്നത്? 100ന് വിലയില്ലാത്ത, അവരുടെ കാലത്ത് വിലയില്ലാത്ത കാലം വരും, 100ന് വിലയില്ലാത്ത കാലം വരും. 1ഉം 2ഉം കൊണ്ട് ജീവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ 100 എന്ന അക്കത്തിന് പോലും വിലയില്ലാത്ത വിധം മനുഷ്യന്റെ സമ്പദ്ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نقول اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.